എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് കുട്ടികളും പേരന്റിങ്ങും എന്ന അതീവ പ്രാധാന്യമുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഓരോ കുട്ടികളും വ്യത്യസ്തരായതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് പേരന്റിംഗ് ഗൈഡ് പ്രൊവൈഡ് ചെയ്യുവാൻ സാധ്യമല്ല. കുട്ടികളുടെ ആദ്യ പുസ്തകം അവരുടെ അച്ഛനും അമ്മയുമാണ്. അച്ഛനും അമ്മയും കാണിക്കുന്ന സംസ്കാരവും പെരുമാറ്റവുമാണ് ആദ്യം കുട്ടികൾ കണ്ട് മനസ്സിലാക്കുന്നത്. കുട്ടികൾ വളരുന്നതോടൊപ്പം മാതാപിതാക്കളുടെ ക്വാളിറ്റീവായിട്ടുള്ള ഡെവലപ്മെന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്നും ബന്ധങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ്, നമ്മുടെ സംസാര രീതി, ഇതൊക്കെ കുട്ടികൾ പഠിക്കുന്നത് നമ്മളിൽ നിന്നുമാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള ധാരണകളും പരസ്പര ബഹുമാനങ്ങളിലും ജീവിക്കുന്ന കുടുംബങ്ങളിൽ കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായൊരു പോസിറ്റീവ് എൻവയോൺമെന്റ് സൃഷ്ടിക്കാൻ കഴിയും. കുട്ടികളുടെ പലവിധ പ്രശ്നങ്ങൾക്ക് പിന്നിലും മാതാപിതാക്കൾ തന്നെയാണ്. മാതാപിതാക്കൾ തമ്മിൽ പരസ്പരം ധാരണയില്ലെങ്കിൽ, പരസ്പര ബഹുമാനങ്ങളില്ലെങ്കിൽ, അങ്ങനെയുള്ള വീടുകളിൽ വളരുന്ന കുട്ടികളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാതാപിതാക്കളുടെ വ്യക്തിത്വ വികസനം, സംസ്കാരം, ഇതിനെയൊക്കെ അനുസരിച്ചാണ് കുട്ടികളുടെ വളർച്ച. ഒരു കുട്ടി ജീവിതത്തിൽ മികച്ചതാവുന്നതിനും മോശമാവുന്നതിനും പ്രധാന ഉത്തരവാദികൾ ഒരു പരിധിവരെ മാതാപിതാക്കൾ തന്നെയാണ്. മാതാപിതാക്കളുടെ പെരുമാറ്റം, സംസാര ശൈലി, ജീവിതത്തെ കാണുന്ന നിലപാട് കുട്ടികളിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നു. അവർ മാതാപിതാക്കളെ അനുകരിച്ച് വളരാൻ ശ്രമിക്കുന്നു. അതിനാൽ നല്ല മാതൃകയാകാൻ നമ്മൾ മാതാപിതാക്കൾക്ക് കഴിയണം. കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യ മാതൃക മാതാപിതാക്കളാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പേരന്റിംഗ് എന്നത് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയല്ല, മറിച്ച് അത് ജീവിതത്തിലുടനീളമുള്ളൊരു ഉത്തരവാദിത്തമാണ്. ഇപ്പോഴുള്ള മാതാപിതാക്കൾ കൂടുതലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവരുടെ മാനസിക ഉല്ലാസത്തിനോ കളിച്ചിരികളോ അവരുടെ കുട്ടിക്കാലം എൻജോയ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കാനോ പലപ്പോഴും മാതാപിതാക്കൾ ശ്രമിക്കുന്നില്ല. രാവിലെ 7 മണിക്ക് പാക്ക് ചെയ്ത് വിടുന്ന കുട്ടികൾ 5 മണിക്കോ 6 മണിക്കോ തിരികെ വീട്ടിലെത്തിയാലും പിന്നീട് ട്യൂഷൻ, ഹോംവർക്ക്, ഇതിനിടയിൽ കുട്ടികൾക്ക് മാതാപിതാക്കളുമായി സംസാരിക്കാനോ അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുവാനോ സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. നമ്മുടെ കൾച്ചർ ഒരുപാട് മാറിയിരിക്കുന്നു. മണ്ണിനെയും മനുഷ്യനെയും അറിയാതുള്ളൊരു സമൂഹവും രൂപപ്പെട്ടു വരുന്നുണ്ട്. കുട്ടികൾക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലാതായി മാറുന്നു. നമ്മുടെ കുട്ടികൾ എന്തായി തീരണമെന്ന് നമ്മൾ മാതാപിതാക്കൾ ആദ്യമേ തന്നെ തീരുമാനിക്കുന്നു. ഒന്നുകിൽ ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ. ഈ 2 ബ്രാഞ്ചുകളിലേക്കുമാണ് നമ്മുടെ കുട്ടികൾ പോകേണ്ടതെന്നൊരു ചിന്ത ആദ്യം തന്നെ പേരൻസ് തീരുമാനിക്കുന്നു. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് സെലക്ട് ചെയ്യാനുള്ള അവസരം പലപ്പോഴും പേരൻസ് നൽകുന്നില്ല. നമുക്ക് കിട്ടാതെ പോയ ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, നമുക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോയ പൊസിഷൻസ്, അതൊക്കെ നമ്മുടെ മക്കളിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾ. എന്നാൽ കുട്ടികൾക്കും ചില മോഹങ്ങളുണ്ടെന്നോ അവർക്കും ചില കാഴ്ചപ്പാടുകളുണ്ടെന്നോ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കാൻ ഭൂരിഭാഗം പേരൻസിനും കഴിയുന്നില്ല. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, എന്നാൽ ആ സ്വാതന്ത്ര്യത്തിന് അർത്ഥം അത് ഏത് പരിധിവരെ പോകാമെന്നുള്ളത് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും വേണം. എന്നാൽ അതിനു പകരം കുട്ടികളെ അടച്ചിട്ട് വളർത്തും. പിന്നീട് ഉപരിപഠനത്തിനായി പുതിയ കോഴ്സിലേക്ക് പോവുകയും പേരൻസിന്റെ കൺവെട്ടത്തു നിന്ന് മാറുകയും ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം എല്ലാം കൂടെ ഒരുമിച്ച് അനുഭവിക്കാൻ തയ്യാറാകുന്നു. അവിടെ നിന്നും അവർ മറ്റൊരു തലത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു. നമുക്ക് കിട്ടാത്തത്, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി ഇല്ലാത്തത് നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാതാപിതാക്കൾ സ്നേഹവും സ്വാതന്ത്ര്യവും അത് അനുഭവിച്ചവരാണെങ്കിൽ അത് നമ്മളുടെ കുട്ടികൾക്കും കൊടുക്കാൻ കഴിയണം. കുട്ടികളോട് നമുക്ക് എങ്ങനെ പെരുമാറാൻ കഴിയണം എന്നതിനെ സംബന്ധിച്ച് ചില പരിശീലനങ്ങൾ ആവശ്യമാണ്. വിദേശ രാജ്യങ്ങളിൽ പേരന്റിംഗ് ഒരു കോഴ്സ് തന്നെയുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു പരിശീലനമില്ല. നമ്മുടെ സ്കൂൾ PTA അതുപോലെയുള്ള റെസിഡൻഷ്യൽ അസോസിയേഷനുകളൊക്കെ ചേർന്ന് മാതാപിതാക്കൾ എങ്ങനെ മക്കളെ പരിശീലിപ്പിക്കണമെന്ന് സംബന്ധിച്ചുള്ള പേരന്റിംഗ് കോഴ്സുകൾ സംഘടിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. കുട്ടികളും രക്ഷകർത്താക്കളും തമ്മിലുള്ള ബന്ധം സമൂഹത്തിന്റെ അടിസ്ഥാന ശിലയാണ്. സന്തുലിതവും സ്നേഹപരവുമായ ബന്ധം കുട്ടികളുടെ വളർച്ചയെ നിർണ്ണയിക്കുന്നു. സ്നേഹം ഉറപ്പാക്കുക, വിദ്യാഭ്യാസം നൽകുക, നല്ല മൂല്യങ്ങൾ നൽകുക, സുരക്ഷ ഉറപ്പാക്കുക, സമയം ചെലവഴിക്കുക, കുട്ടികളെ കേൾക്കുക, ആത്മവിശ്വാസം നൽകുക. തെറ്റുകൾ സംഭവിക്കാം, പക്ഷെ അതുമൂലമല്ലാത്ത വളർച്ച നമ്മുടെ കുട്ടികൾക്കില്ല. കുട്ടികളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നല്ലൊരു രക്ഷിതാവുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് കൈപിടിച്ചു നടക്കാൻ മാത്രമല്ല, പറക്കാൻ പിന്നിൽ നിന്നുള്ള അകമ്പടിയാകാനും തയ്യാറാകുക. കുട്ടികളെ നന്നാക്കാൻ മുന്നിൽ പോകണ്ട, അവർക്കൊപ്പം നടന്നാൽ മതി.